നിരീശ്വരവാദികൾ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിന്റെ താഴെ വന്നൊരു കമന്റാണ്, ഈ കാലഘട്ടത്തിലാണല്ലോ ഇസ്ലാമിനെ ഇത്രത്തോളം വിമർശിക്കുന്നതായി കണ്ടത്, എന്താണ് അതിന്റെ കാരണം? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഞാൻ ആ വീഡിയോയിലും പറഞ്ഞതുപോലെ ഇസ്ലാം മൂല്യാധിഷ്ഠിതമായൊരു മതമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതിന് ഇസ്ലാമിന് ചില കാര്യങ്ങൾ അവിടെ സംസാരിക്കാനുണ്ടാവും. അത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോ ഇവർക്കൊക്കെ, ഈ പറയുന്ന നിരീശ്വരവാദികൾക്കും ലിബറലിസ്റ്റുകൾക്കൊക്കെ സ്വൈര്യമായി ഇവിടെ വാഴണമെങ്കിൽ ഇസ്ലാമിനെ എതിർത്തേ മതിയാകൂ. അല്ലാത്ത കാലത്തോളം അവർക്ക് ഇവിടെ സ്വൈര്യവിഹാരം നടത്താൻ കഴിയൂല എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം. മറ്റൊന്ന്, ഇസ്ലാമിനെ എതിർക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു റീച്ച് അത് മറ്റൊരു മതത്തെയോ മറ്റൊരു പ്രസ്ഥാനത്തെയോ എതിർക്കുമ്പോൾ അവർക്ക് കിട്ടുന്നില്ല എന്നതാണ്. നമുക്കറിയാം, ഇവരുടെയൊക്കെ ചാനൽ, ഞാൻ ഓരോ പേരെടുത്ത് പറയുന്നില്ല, ആരാവട്ടെ നിരീശ്വരവാദികളും ലിബറലിസ്റ്റുകളൊക്കെ ഇവരുടെയൊക്കെ ചാനലുകളിൽ വരുന്ന വീഡിയോ, ഏത് വീഡിയോ നിങ്ങൾ എടുത്തു നോക്കിയാലും അതിൽ ഇസ്ലാം വിമർശം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണ്? അത് ഈ പറഞ്ഞ സംഗതികൾ അതിന്റെ പിന്നിലുള്ളത് കൊണ്ടാണ്. ഒന്ന് അവരുടെ റീച്ചിന് വേണ്ടിയാണ്, മറ്റൊന്ന് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അല്ലാതെ മറ്റൊന്നും അതിൽ കാണാൻ കഴിയില്ല. സമൂഹത്തെ ബാധിക്കുന്ന എത്രയോ പ്രശ്നങ്ങളുണ്ട്, അതിലൊന്നും സംസാരിക്കാതെ, ഇനി അതിൽ ഇടപെട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ എങ്ങനെയെങ്കിലും വളച്ചൊടിച്ച് ഇസ്ലാമിന്റെ തലയിലേക്ക് കൊണ്ടുവന്നിട്ടിട്ട് അവരുടെ ആ ഒരു സംസാരം അതല്ലെങ്കിൽ വീഡിയോ അവർ വൈൻഡപ്പ് ചെയ്യൂ. ആ രൂപത്തിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന് എല്ലാ കാലത്തും ശത്രുക്കളുണ്ട്. പഴയ കാലത്ത് തന്നെ, ഇസ്ലാം ഇവിടെ ആവിർഭവിച്ച കാലത്ത് തന്നെ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ തന്നെ ഇവിടെ ഇസ്ലാമിനെ അംഗീകരിക്കാത്ത, അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. എന്നാൽ ഇന്നിപ്പോ ഇന്റർനെറ്റും സംവിധാനങ്ങളൊക്കെ വന്നപ്പോ അതിൽ വീഡിയോ പോസ്റ്റ് ചെയ്യലും അതിലൂടെ റവന്യൂ ജനറേറ്റ് ചെയ്യലും ഇൻകം ജനറേറ്റ് ചെയ്യലൊക്കെ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് തോന്നി ഇസ്ലാമിനെ വിമർശിക്കുന്നത് സമ്പാദിക്കാൻ, സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി നേടാൻ അതൊരു മാധ്യമമാണ്, അതൊരു പറ്റിയ സംഗതിയാണ് എന്ന് തോന്നിയപ്പോൾ അതിന്റെ പിന്നാലെ നടക്കുന്നു എന്നല്ലാതെ ഈ വിമർശനത്തിലൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന് ആ പറയുന്നവർക്കും അറിയാം, അവരുടെ കൂടെ നടക്കുന്ന വാലാട്ടികൾക്കും ഒക്കെ അറിയുന്ന കാര്യമാണ്.